കാളവണ്ടി കയറാൻ പോവാണ്. ഇതിൽ നല്ല സീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കയറുകയാണ്. എൻ്റെ ഫസ്റ്റ് കാളവണ്ടി യാത്രയാണ്. ചെട്ടിനാട് പാലസിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതാണ് ചെട്ടിനാട് പാലസ്. ഇതാണ് ചെട്ടിനാട് പാലസ്. നിങ്ങൾ ഒരുപാട് സിനിമകളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും ഒക്കെ ഈ പാലസ് ഉണ്ട്. ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെറിറ്റേജ് പ്ലേസ് തന്നെയാണല്ലേ. എത്ര പാലസാണ്. സാധാരണക്കാരുടെ വീട് പോലും വലിയ വലിയ പാലസ് പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഏകദേശം എത്ര പാലസ് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞവര്? ഏകദേശം ഒരു 100 പാലസൊക്കെ ഉണ്ട്. 100 പാലസോളം ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ അത്രയും പോപ്പുലേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അല്ലെ, ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പലതും ഹെറിറ്റേജ് ഹോംസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തതും ചെട്ടിനാട് മാൻഷനിലാണ്. അതേപോലെ പല കൊട്ടാരങ്ങളും ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് അവർ റിസോർട്ടൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് പേരാണ് ഓണേഴ്സ് പാലസിൽ തന്നെ താമസിക്കുന്നവർ. പിന്നെ പല ഫാമിലീസിലെയും ഈ കൂട്ടുകുടുംബങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് കാരണം അത് പല ആൾക്കാർക്കായിട്ട് ഭാഗിച്ചു പോവുകയും അങ്ങനെ നശിച്ചുപോയി. ഉണ്ട്. പക്ഷെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നുന്നു, അല്ല, ഇത്രയും നല്ല പാലസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുമ്പോൾ. പക്ഷെ ഒരുപാട് പാലസ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് പോകുന്നുണ്ട്. ഏത് സ്ട്രീറ്റിൽ പോയാലും അവിടെ ഒരു 4-5 പാലസ് ആ സ്ട്രീറ്റിലുണ്ടാവും. അതിശയിച്ചു പോയി ഇവിടെ വന്നപ്പോൾ. ഓരോ റോഡിൽ പോകുമ്പോഴും ഇതേപോലെയുള്ള ഈ ഒരു ആർക്കിടെക്ചറാണ്, ഒരു പ്രത്യേക ആർക്കിടെക്ചറാണ് ചെട്ടിനാട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതാണ് വളരെ ഭംഗിയുള്ള ഒരു ചെറിയൊരു വില്ലേജാണിത്. ഇവിടെ ഒരു പാലസ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് മെയിൻ ചെട്ടിനാട് പാലസ് എന്ന് പറയുന്നത്. വലിയ പാലസ് കണ്ടോ, ഇവിടെയാണ് ഈ മെയിൻ പാലസ്. ഇവിടെ ഒരു പാലസ്, ഇവിടെ ഒരു പാലസ്, ആ റോഡിലൊക്കെ കണ്ടോ, അവിടെയൊക്കെ പാലസാണ്. കാശിനാഥൻ ഇദ്ദേഹമാണ് കാളവണ്ടിയിൽ കൊണ്ടുപോയത് ഞങ്ങളെ. ഇനി ആര് വന്നാലും நீங்க தானா? வருவாங்க. எல்லா தினமும் இருக்கா? இருக்கு. ஓகே, தேங்க்யூ.